ചരിത്രം എന്നും വിജയിച്ചവരുടെ കഥകളാണ് ആഘോഷിക്കാറുള്ളത്. എന്നാൽ ചില തോൽവികളുണ്ട്. അതിന് വിജയത്തെക്കാൾ തെളിച്ചവും മഹത്വവും ഉണ്ടാകും. മരണം അരികിലെത്തിയെന്ന് അറിഞ്ഞിട്ടും മരണത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ച് ശത്രുപ്പടയിലേക്ക് പാഞ്ഞു കയറിയ ഒരു കൂട്ടം മനുഷ്യർ. ഇങ്ങനെ ചില പോരാളികൾ കേരളത്തിലും ഉണ്ടായിരുന്നു. അവരാണ് ചാവേറുകൾ. കേരളത്തിലെ ചാവേറുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അത് കടും ചോരയുടെ നിറമുള്ള പ്രതികാരത്തിന്റെ കഥയാണ്. അതോടൊപ്പം അഭിമാനത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും കഥ കൂടിയാണ്. ഭാരതപ്പുഴ ഒഴുകുന്ന തിരുനാവായ മണൽപ്പുറത്ത് 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന മാമാങ്കം എന്ന മഹാമേള. അന്ന് ആ മണൽത്തരികളിൽ അലിഞ്ഞു ചേർന്നത് ആയിരക്കണക്കിന് ചാവേറുകളുടെ ചോരയും കണ്ണീരുമാണ്. ഭാരതപ്പുഴയുടെ ആഴങ്ങളിൽ ഇന്നും ആ പടയാളികളുടെ നെഞ്ചിടിപ്പ് മുഴങ്ങുന്നുണ്ടാകും. എന്തായിരുന്നു ആ ചാവേറുകളെ നയിച്ച ആ വികാരം? സ്വന്തം വീട്ടിൽ വെച്ച് സ്വന്തം ശേഷക്രിയകൾ ചെയ്ത് സ്വന്തം കൈപ്പടയാൽ ശ്രാദ്ധമൂട്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരുന്നു? അതിനുത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് സഞ്ചരിക്കണം. വള്ളുവനാടിന്റെയും കോഴിക്കോട് സാമൂതിരിയുടെയും രക്തരൂക്ഷിതമായ അധികാര തർക്കങ്ങളുടെ കഥയിലേക്ക് പോകണം. പ്രാചീന കേരളത്തിൽ തിരുനാവായയിലെ മാമാങ്ക മഹോത്സവത്തിന്റെ മഹാപുരുഷ സ്ഥാനം അഥവാ നിലപാട് നിൽക്കാനുള്ള അവകാശം വള്ളുവനാട്ടിലെ രാജാവായ വെള്ളാട്ടീരിക്കായിരുന്നു. മാമാങ്കത്തിന്റെ കൊടിയേറ്റം മുതൽ അവസാന ദിവസം വരെ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങുകളുടെയും കച്ചവടങ്ങളുടെയും സർവ്വ നിയന്ത്രണവും വെള്ളാട്ടീരിക്കായിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടോടെ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. സാമൂതിരി തങ്ങളുടെ കടൽക്കരയുടെ ശേഷിയും അറബികളുമായുള്ള കച്ചവട ബന്ധവും ഉപയോഗിച്ച് വമ്പൻ പടയൊരുക്കി. സാമൂതിരിയുടെ സൈന്യം വള്ളുവനാടിനെ ആക്രമിച്ചു. തിരുനാവായയുടെ ഭരണം പിടിച്ചെടുത്തു. ആ ദാരുണമായ യുദ്ധത്തിൽ വള്ളുവ കോനാതിരിയുടെ പ്രിയപ്പെട്ട പുത്രന്മാരും വള്ളുവനാടിന്റെ നട്ടലായ പ്രമുഖ പടത്തലവന്മാരും ദാരുണമായി കൊല്ലപ്പെട്ടു. അധർമ്മത്തിലൂടെ സാമൂതിരി കവർന്നെടുത്ത മാമാങ്കത്തിന്റെ നിലപാട് സ്ഥാനം തിരിച്ചു പിടിക്കുക എന്നത് വള്ളുവനാടിന്റെ അഭിമാന പ്രശ്നമായി മാറി. കൊല്ലപ്പെട്ട തങ്ങളുടെ പ്രഭുക്കന്മാരുടെയും പോരാളികളുടെയും ചോരയ്ക്ക് പകരം ചോര തന്നെ വേണമെന്ന് വെള്ളാട്ടീരി ഉറപ്പിച്ചു. അങ്ങനെയാണ് ചാവേർ എന്ന ഭീതിജനകവും ധീരവുമായ ഒരു സമ്പ്രദായം ജനിക്കുന്നത്. അടുത്ത മാമാങ്കം മുതൽ സാമൂതിരി നിലപാട് തറയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വെട്ടിവീഴ്ത്താൻ വള്ളുവനാട് തങ്ങളുടെ ഏറ്റവും മികച്ച യോദ്ധാക്കളെ അയക്കാൻ തുടങ്ങി. എല്ലാ മനുഷ്യർക്കും ചാവേറാകാൻ കഴിയില്ലായിരുന്നു. അതിന് വള്ളുവനാട്ടിലെ പ്രധാനപ്പെട്ട 4 പ്രമുഖ നായർ തറവാടുകളിൽ നിന്നുള്ള വീരന്മാരെയാണ് തെരഞ്ഞെടുത്തിരുന്നത്. പുതുമന പണിക്കർ, ചന്ത്രത്ത് പണിക്കർ, കോവിലകത്ത് പാരാട്ടു പണിക്കർ, മങ്കാട്ട പണിക്കർ എന്നിവരായിരുന്നു ആ പ്രശസ്തമായ 4 തറവാടുകൾ. മാമാങ്കം വന്നെത്തുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ തറവാടുകളിലെ ചെറുപ്പക്കാർ കഠിനമായ പരിശീലനങ്ങളിലേക്ക് കടക്കും. കളരിയുടെ 4 ചുവരുകൾക്കുള്ളിൽ വെച്ച് അവർ ശരീരത്തെ ഒരു ആയുധമാക്കി മാറ്റും. ആയുധ പ്രയോഗത്തിലും അഭ്യാസമുറകളിലും അവർ അതിമാനുഷികമായ ചാതുര്യം നേടിയെടുക്കും. എന്നാൽ അതിനേക്കാൾ ഏറെ സ്വന്തം മനസ്സിനെ മരണത്തിനായി പാകപ്പെടുത്തലായിരുന്നു ആ പരിശീലനത്തിന്റെ പ്രധാന ഘടകം. ഒരു ചാവേറായി തിരുനാവായയിലേക്ക് തിരിക്കുന്ന പോരാളി പിന്നീട് ജീവനോടെ തിരികെ എത്തില്ല എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതൊരു ഉറപ്പായ മരണത്തിലേക്കുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്നിരുന്ന ചടങ്ങുകൾ ഏതൊരു മനുഷ്യന്റെയും നെഞ്ച് പിളർക്കുന്നതായിരുന്നു. ചാവേറുകൾ സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച് തങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ സ്വയം ചെയ്യുമായിരുന്നു. സ്വന്തം ശ്രാദ്ധം സ്വയം ഊട്ടുക എന്നത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒന്നാണ്. തങ്ങളുടെ അമ്മമാരോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും അവർ യാത്ര പറഞ്ഞു. ആ യാത്ര പറച്ചിൽ കരച്ചിലുകളേക്കാൾ ഉപരി ഒരു വലിയ നിശബ്ദതയായിരുന്നു. തിരികെ വരാത്ത മകനെ, തിരികെ വരാത്ത ഭർത്താവിനെ യാത്രയാക്കുമ്പോൾ ആ കുടുംബങ്ങൾക്ക് അതൊരു വലിയ അഭിമാനമായിരുന്നു. ഒപ്പം സഹിക്കാനാവാത്ത ദുഃഖവും. ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ തൊഴുത് തുളസിമാല അണിഞ്ഞ് തികഞ്ഞ ദൈവഭക്തിയോടെയും മനസ്സിൽ അണയാത്ത പ്രതികാരാഗ്നിയോടെയുമാണ് അവർ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് നടന്നു നീങ്ങിയിരുന്നത്. മാമാങ്ക നാളുകളിൽ തിരുനാവായ ഒരു വലിയ യുദ്ധക്കളത്തിന് സമാനമായി മാറും. സാമൂതിരി രാജാവ് വിശേഷപ്പെട്ട ഉടയാടകളും ആഭരണങ്ങളും അണിഞ്ഞ് കയ്യിൽ തിളങ്ങുന്ന വാളുമേന്തി നിലപാട് തറയിൽ നിലയുറപ്പിക്കും. സാമൂതിരിക്ക് ചുറ്റും 10,000-കണക്കിന് സായുധരായ പടയാളികൾ അണിനിരന്നിട്ടുണ്ടാകും. അഴകിലത്തഞ്ചേരി തമ്പുരാൻ, കോടഞ്ചേരി പണിക്കർ തുടങ്ങിയ സാമൂതിരിയുടെ ഏറ്റവും വിശ്വസ്തരും ക്രൂരന്മാരുമായ സൈന്യാധിപന്മാർ മുൻനിരയിലുണ്ടാകും. അവർക്ക് പുറമെ ആനപ്പടയും കുതിരപ്പടയും തോക്കുകളും വില്ലുകളും കൊണ്ട് ഒരു മനുഷ്യനും തുളച്ചു കയറാൻ കഴിയാത്ത വിധം സാമൂതിരിക്ക് ചുറ്റും ഒരു ഇരുമ്പുകോട്ട പണിതിട്ടുണ്ടാകും. ഈ ഭീമമായ സൈനിക വ്യൂഹത്തിന് മുന്നിലേക്കാണ് കേവലം 5-10 പേരടങ്ങുന്ന വള്ളുവനാടൻ ചാവേർ സംഘം എത്തിച്ചേരുന്നത്. തിരുനാവായയുടെ മണൽപ്പുറത്ത് കൊട്ടാരക്കെട്ടുകൾക്ക് മുകളിൽ കൊടി പാറുമ്പോൾ, ജനമാർത്തു വിളിക്കുമ്പോൾ പെട്ടെന്നാണ് അലർച്ചയോടെ ചാവേറുകൾ ശത്രു സൈന്യത്തിന് നടുവിലേക്ക് ചാടി വീഴുന്നത്. ഒരു ചുഴലിക്കാറ്റ് പോലെ അവർ സാമൂതിരിയുടെ സൈന്യത്തെ വെട്ടി വീഴ്ത്തും. 2 കൈകളിലും വാളുകളേന്തി
അത്യുഗ്രമായ കളരിപ്പയറ്റ് ചാതുര്യത്തോടെ അവർ ശത്രുക്കളെ ഒന്നൊന്നായി നിലംപരിശാക്കും. മുന്നിൽ നിൽക്കുന്ന ഭടന്മാരുടെ തലകൾ തെറിച്ചു വീഴുമ്പോൾ പിന്നിൽ നിന്ന് ആയിരക്കണക്കിന് ആയുധങ്ങൾ തങ്ങൾക്ക് നേരെ ഉയരുന്നത് അവർ അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ ചാവേറുകളുടെ കണ്ണുകളിൽ സാമൂതിരി മാത്രമായിരുന്നു ലക്ഷ്യം. സാമൂതിരി നിൽക്കുന്ന നിലപാട് തറയിലേക്ക് അവർ വാളുമായി മുന്നേറും. ഓരോ ചുവടിലും അവരുടെ സ്വന്തം ചോരയും ശത്രുക്കളുടെ ചോരയും മണൽത്തരികളിൽ പടരും. കേരള ചരിത്രത്തിൽ ഒരേ സമയം അതിശയവും കണ്ണീരും നിറയ്ക്കുന്ന ഒരു ചാവേർ പോരാട്ടമുണ്ട്. കൊല്ലവർഷം 858, അതായത് AD 1683 നടന്ന മാമാങ്കം. അന്ന് തിരുനാവായ കണ്ടത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരനായ ഒരു 16കാരനെയായിരുന്നു. ചന്ത്രത്ത് പണിക്കരുടെ തറവാട്ടിൽ നിന്ന് മാമാങ്കത്തിന് പുറപ്പെട്ട ചാവേറുകളിൽ ഒരാൾ ചന്ത്രത്ത് ചന്തുണ്ണി എന്ന ചെറുപ്പക്കാരനായിരുന്നു. കേവലം 16 വയസ്സ് മാത്രമായിരുന്നു ആ ബാലന്റെ പ്രായം. മീശ പോലും മുളയ്ക്കാത്ത ആ കുട്ടി പടക്കളത്തിൽ ഇറങ്ങുമ്പോൾ ആരും കരുതിയിരുന്നില്ല അവൻ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന്. ശത്രു സൈന്യത്തിന്റെ കൂറ്റൻ വ്യൂഹത്തെ വെട്ടിപ്പിളർന്ന് ചന്തുണ്ണി മുന്നേറി. തന്നെ തടയാൻ വന്ന വമ്പന്മാരായ യോദ്ധാക്കളെയെല്ലാം ആ 16കാരൻ സ്വന്തം വാളിനിരയാക്കി. ഒടുവിൽ സാമൂതിരി രാജാവ് നിൽക്കുന്ന നിലപാട് തറയുടെ താഴത്തെ പടവുകൾ വരെ ചന്തുണ്ണി ഓടിക്കയറി. സാമൂതിരി പകച്ചുപോയ നിമിഷം മരണത്തെ തൊട്ടടുത്തറിഞ്ഞ സാമൂതിരി തറയിൽ മരവിച്ചു നിന്നു. ചന്തുണ്ണി സാമൂതിരിക്ക് നേരെ വാളുയർത്തി. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. സാമൂതിരിയുടെ തൊട്ടടുത്തു നിന്ന വിശ്വസ്തനായ പടയാളി ചാടി വീണ് ചന്തുണ്ണിയുടെ വാളേന്തിയ കൈ വെട്ടിമാറ്റി. അവനെ വെട്ടിവീഴ്ത്തി. സാമൂതിരിയുടെ തൊട്ടരികിൽ വെച്ച് ചന്തുണ്ണി രക്തം ഛർദ്ദിച്ച് മരിച്ചു. ആ ചെറിയ കുട്ടിയുടെ അവിശ്വസനീയമായ വീര്യവും ചടുലതയും കണ്ട് മാമാങ്കത്തിനെത്തിയ വിദേശ സഞ്ചാരികളും ചരിത്രകാരന്മാരും മൂക്കത്ത് വിരൽ വെച്ചു. മരണത്തെ പോലും ഭയക്കാത്ത ആ കുഞ്ഞു മനസ്സിന്റെ ധീരത വിദേശ ഡയറി കുറിപ്പുകളിൽ പോലും ഇടം കണ്ടെത്തി. എന്നാൽ ചാവേറുകളുടെ അന്ത്യം അതീവ ദയനീയമായിരുന്നു. മരിച്ചു വീഴുന്ന ചാവേറുകളോട് സാമൂതിരിയുടെ സൈന്യം യാതൊരു ബഹുമാനവും കാണിച്ചിരുന്നില്ല. കൊല്ലപ്പെട്ട ചാവേറുകളുടെ മൃതദേഹങ്ങൾ ആനകളെ കൊണ്ട് ചവിട്ടി അരയ്ക്കും. അതിനുശേഷം കാലുകളിൽ കയറുകെട്ടി വലിച്ച് ഇഴച്ച് തിരുനാവായയിലെ മണിക്കിണർ എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു കിണറ്റിലേക്ക് തള്ളും. പോരാളികളുടെ ചോരയും കഷ്ണം കഷ്ണമാക്കപ്പെട്ട മൃതദേഹങ്ങളും കൊണ്ട് ആ മണിക്കിണർ നിറഞ്ഞു കവിയുമായിരുന്നു. തങ്ങൾക്ക് മുൻപേ പോയ തങ്ങളുടെ കാരണവന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും സഹോദരന്മാർക്കും സംഭവിച്ച ഈ ദാരുണമായ അന്ത്യം വള്ളുവനാട്ടിലെ ഓരോ ചെറുപ്പക്കാരനും അറിയാമായിരുന്നു. എന്നിട്ടും അവർ ഭയന്നില്ല. അടുത്ത 12 വർഷം കഴിയുമ്പോൾ പുതിയ മാമാങ്കത്തിൽ പുതിയ ചാവേറുകൾ അതേ ആവേശത്തോടെ അതേ അഭിമാനത്തോടെ വീണ്ടും തിരുനാവായയുടെ മണ്ണിലേക്ക് നടന്നു വന്നു. തോൽക്കുമെന്ന് ഉറപ്പായിട്ടും മരിക്കുമെന്ന് ഉറപ്പായിട്ടും പോരാടാൻ ഇറങ്ങുന്ന പോരാളികളെ ലോക ചരിത്രത്തിൽ വേറെ എങ്ങും കാണാൻ കഴിയില്ല. കാലം മുന്നോട്ട് പോയി. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മലബാറിന്റെ രാഷ്ട്രീയം ആകെ മാറി മറിഞ്ഞു. മൈസൂർ ഭരണാധികാരിയായ ഹൈദരാലിയുടെയും പിന്നീട് ടിപ്പു സുൽത്താന്റെയും മലബാർ അധിനിവേശം നടന്നു. തുടർന്ന് ബ്രിട്ടീഷുകാർ മലബാറിന്റെ ഭരണം പൂർണ്ണമായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി. രാജാക്കന്മാരുടെ അധികാരങ്ങളും യുദ്ധങ്ങളും അവസാനിച്ചു. AD 1755 തിരുനാവായയിൽ അവസാനമായി മാമാങ്ക മഹോത്സവം നടന്നത്. അതോടെ നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന ഭീതിജനകവും ധീരവുമായ ചാവേർ സമ്പ്രദായവും ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറഞ്ഞു. ഇന്ന് തിരുനാവായയിലെ ഭാരതപ്പുഴ ശാന്തമായി ഒഴുകുകയാണ്. അവിടെ അന്നത്തെ നിലപാട് തറയുടെ ശേഷിപ്പുകളും മണിക്കിണറും ഇന്നും നിശബ്ദമായി നിലകൊള്ളുന്നുണ്ട്. സ്വന്തം നാടിന്റെ മാനത്തിനും പ്രഭുവിനോടുള്ള കൂറിനും വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത ആ ചാവേറുകൾ ചരിത്രത്തിൽ ഇന്നും ജീവിക്കുന്നു. തോൽവി ഉറപ്പായ യുദ്ധങ്ങളിൽ പോലും വീര്യത്തോടെ പോരാടാൻ കഴിയുമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തവരാണ് കേരളത്തിലെ ചാവേറുകൾ. ആ ധീരയോദ്ധാക്കൾ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ എക്കാലവും ജ്വലിച്ചുകൊണ്ട് നിൽക്കുക തന്നെ ചെയ്യും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.